ഗർഭിണികളിലുള്ള ഛർദിയും ഒരു നല്ല സൈനായിട്ടാണ് കണക്കാക്കുന്നത്. ബോഡിയിലുള്ള ഗർഭിണികളിലുണ്ടാകുന്ന ഹോർമോൺസ് ബീറ്റ-HCG, ഈസ്ട്രജൻ ഹോർമോൺ കൂടുമ്പോഴാണ് ഛർദി ഉണ്ടാകുന്നത്. ഒരു ഭ്രൂണം വളരുന്നുണ്ടെങ്കിൽ മാത്രമേ ഛർദി നിലനിൽക്കുകയുള്ളൂ. ഭ്രൂണത്തിൻ്റെ വളർച്ച പോകുമ്പോൾ ഛർദി പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഛർദി ഇല്ലെങ്കിൽ പേടിക്കേണ്ടതില്ല. അത് ഭ്രൂണം വളരുന്നുണ്ടെങ്കിലും ഛർദി ഇല്ലാത്ത ഇതും കാണാറുണ്ട്. അങ്ങനെ ഛർദി ഒരു പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷേ ഛർദി തന്നെ പല പ്രകാരം കാണാറുണ്ട്. മോർണിംഗ് സിക്നസ് മാത്രമായിട്ട് കാണാറുണ്ട്. മോർണിംഗ് സിക്നസ് എന്ന് പറഞ്ഞാൽ രാവിലെ മാത്രമുള്ള ഛർദി, അത് രാവിലെ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലും കഴിച്ചിട്ട് ആ ഛർദി ഒഴിവാക്കാൻ പറ്റും. അതിനുശേഷം പല്ല് തേക്കുക, ഭക്ഷണം കഴിക്കുക, അത് അതോടുകൂടി മാറും. പിന്നെ ചിലവർക്ക് ചില ഫുഡ് കാണുമ്പോൾ, ചില സ്മെല്ല് കേൾക്കുമ്പോൾ, ചില ആളുകളെ കാണുമ്പോൾ ഒക്കെ ഛർദി കൂടി വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കുക. ഈ ഛർദി തന്നെ കൂടുതൽ 3 പ്രാവശ്യത്തിന് മേലെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഛർദ്ദിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കാൻ നോക്കുക. മിക്കവരുടെയും സംശയമാണ് ഈ ഗർഭിണികൾക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് വല്ല അംഗവൈകല്യമോ വേറെ വല്ല കുഴപ്പമോ വരുമോ എന്നുള്ളത്. അത് സാധാരണഗതിയിൽ ഒരു കുഴപ്പവും സേഫായിട്ടുള്ള ഡ്രഗ്സാണ് ഗൈനക്കോളജിസ്റ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. ഗർഭത്തിലുണ്ടാകുന്ന ഛർദിക്ക് കൊടുക്കുന്ന എല്ലാ ടാബ്ലറ്റ്സുകളും സേഫാണ്, കുട്ടിക്ക് സേഫാണ്. അതുകൊണ്ട് ടാബ്ലറ്റ്സ് കഴിച്ച് ഛർദി ഒരു പരിധിവരെ നമുക്ക് നിർത്താൻ പറ്റും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് മാറ്റിയെടുക്കുക, ഫ്രീക്വൻറ്റ് ഫുഡ്സായിട്ട് എടുക്കുക. ഈ 2 മണിക്കൂർ കൂടുമ്പോൾ കുറച്ച് ഫുഡ്സായിട്ട് എടുക്കുക. പിന്നെ നട്ട്സ്, അങ്ങനത്തെ ഭക്ഷണ കാര്യങ്ങൾ, ഇഞ്ചി ഒരു നല്ല ഇതാണ്. ജിഞ്ചർ എക്സ്ട്രാക്ട് കഴിച്ചു കഴിഞ്ഞാൽ ഛർദി ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ചിലർക്ക് നാരങ്ങ വെള്ളം കുടിക്കാം. നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഛർദി കുറയാൻ ചിലവർക്ക് സമാധാനം ഉണ്ടാവും. അത് കഴിക്കുന്നതുകൊണ്ടും നല്ലതാണ്. പിന്നീട് ഇതൊന്നും പറ്റിയിട്ടില്ല, ഇനിയിപ്പം ചിലവർക്ക് ഭയങ്കര ഛർദിയായിരിക്കും. അതിനാണ് ഹൈപ്പറമെസിസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഛർദി വരികയാണെങ്കിൽ ഗർഭിണികൾക്ക് വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ദേഹത്തിലുള്ള വെള്ളം അംശം കുറഞ്ഞു പോയി ഡീഹൈഡ്രേഷൻ വരാനും അതുകൊണ്ട് പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാനും ക്ഷീണം പിടിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ വെയിറ്റ് ലോസ് 2.5 കിലോനേക്കാളും കൂടുതൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങനത്തെ കേസുകളും നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് കയറ്റണം, പൊട്ടാസ്യം കയറ്റേണ്ടി വരും, ഡ്രിപ്പ് ഇടണം, ബാക്കി പൊട്ടാസ്യത്തിൻ്റെ ലെവൽ നോക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ പല അമ്മമാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഗർഭിണികൾക്ക് എത്ര ഛർദി ആയാലും കുട്ടിക്ക് പേടിച്ചിട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് പേടിച്ചിട്ട് ആദ്യത്തെ 3 മാസം ഇഞ്ചക്ഷൻ കൊടുക്കണോ മരുന്ന് കൊടുക്കണോ പേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാറില്ല. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം എത്തുമ്പോഴേക്കും രോഗി തളർന്നു പോവുകയും പിന്നെ ഡ്രിപ്പ് കയറ്റിയാലും ഛർദി മാറ്റാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഛർദി കൂടുതലായി വരുമ്പോഴേക്കും അഡ്മിറ്റാക്കി ഗ്ലൂക്കോസ് കയറ്റുന്നതാണ് നല്ലത്.